ഹായ് എവ്രി വൺ, വെൽക്കം ടു എഡ്യു ലേൺ ഫാർമ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ഫാർമക്കോളജിയിൽ വരുന്ന ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ജനറൽ അനസ്തെറ്റിക്സ് എന്താ എന്ന് അറിയുന്നതിന് മുമ്പ് അനസ്തേഷ്യ എന്താണ്, അതേപോലെ അനസ്തെറ്റിക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അനസ്തേഷ്യ? ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് സർജറി അണ്ടർഗോ ചെയ്യാൻ പോവുകയെന്ന് വിചാരിക്കുക. ആ സർജറിക്ക് മുമ്പായിട്ട് ആ സർജറിയിൽ നടക്കുന്ന പെയിനുകളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അനസ്തേഷ്യയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ നമ്മൾ അനസ്തെറ്റിക്സ് എന്നാണ് പറയാറ്. അനസ്തെറ്റിക്സ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ലോക്കൽ അനസ്തെറ്റിക്സും ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ അനസ്തെറ്റിക്സും ഉണ്ട്. ലോക്കൽ അനസ്തെറ്റിക്സ് എന്താ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്, പല്ല് പറിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ പല്ലിന് ചുറ്റുമായിട്ട്, ഏത് പല്ലാണോ പറിക്കേണ്ടത് ആ പല്ലിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യും? ലോക്കൽ അനസ്തെറ്റിക് ഏജൻസ് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ആ ഒരു പല്ല് പറിക്കുമ്പോഴുള്ള പെയിൻ ഒന്നും ഈ പറയുന്ന പേഷ്യൻ്റ് അറിയില്ല. ആ പല്ലിന് ചുറ്റും യാതൊരു സെൻസേഷനും ഈ പേഷ്യൻറ്റിന് അനുഭവപ്പെടില്ല. പക്ഷേ ഈ പേഷ്യൻറ്റിന് പക്കയായിട്ട് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. എന്താണ് ചുറ്റും നടക്കുന്നത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതേപോലെ തൻ്റെ ബോഡിയിൽ യാതൊരു സെൻസേഷൻ ലോസും അനുഭവപ്പെടില്ല. ഈ ഒരു ഇഞ്ചക്ഷൻ എവിടെയാണോ കൊടുത്ത ആ ഒരു സ്ഥലത്ത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? സെൻസേഷൻ ലോസ് ആവുന്നുള്ളൂ. അതും റിവേഴ്സിബിൾ ആയ ലോസ് ഓഫ് സെൻസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെയാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് സെൻസേഷൻ ലോസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അതും ലോക്കലി ഉള്ള ഏരിയയിൽ എവിടെയാണോ ഇഞ്ചക്ഷൻ കൊടുത്തത് അല്ലെങ്കിൽ എവിടെയാണോ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുത്തത് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഒരു സെൻസേഷൻ ലോസ് അനുഭവപ്പെടുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ കോൺഷ്യസ്നെസ്സിന് യാതൊരു പ്രശ്നവുമില്ല. കമ്മിങ് ടു ജനറൽ അനസ്തെറ്റിക്സ്, ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് ഒരു മേജർ സർജറി അണ്ടർഗോ ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം. ആ സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? അനസ്തേഷ്യ കൊടുക്കും. അപ്പോൾ അനസ്തേഷ്യ കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ഒരു പേഷ്യൻ്റ് ഒരു ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സർജറിക്ക് എല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കഴിയും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ആ ഒരു പേഷ്യൻ്റ് റിയാലിറ്റിയിലേക്ക് വരുന്നത്. അത് ഡോസിനനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയും റിവേഴ്സിബിൾ ആയ ഒരു ലോസ് ഓഫ് സെൻസേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷെ മൊത്തത്തിലുള്ള ബോഡിയുടെ സെൻസേഷൻ അവിടെ റിവേഴ്സിബിളി ലോസ് ആവുന്നുണ്ട്. മാത്രമല്ല എന്താണ്, മൊത്തം കോൺഷ്യസ്നെസ്സും നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ അനസ്തെറ്റിക്സ് ആർ ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ ദി സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇനി എന്തൊക്കെയാണ് ജനറൽ അനസ്തെറ്റിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കി നോക്കാം. ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ലോസ് ഓഫ് ഓൾ സെൻസേഷൻ. എല്ലാ സെൻസേഷനും ലോസ് ആവുന്നുണ്ട്. നമുക്കൊരു ഉറക്കം അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് ലൈക്ക് എഫക്റ്റ് ആണ് കിട്ടുക. നമ്മൾ നല്ലൊരു ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ അംനേഷ്യ, മെമ്മറി ലോസ് സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് മെയിനായിട്ടും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്കും അതേപോലെ ഉറക്കമില്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് അനുഭവപ്പെടുന്നത്. അതേപോലെ ഇമ്മൊബിലിറ്റി, നമുക്ക് അനങ്ങാൻ പറ്റില്ല, ഇമ്മൊബൈൽ ആയിരിക്കും. അതേപോലെ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് റിഫ്ലെക്സസ് എന്ന് പറയുന്നത് അബോളിഷ്ഡ് ആവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ജനറൽ അനസ്തെറ്റിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അനസ്തെറ്റിക്സിൽ വരുന്ന പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ? അതായത് ഈ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻസ് കൊടുക്കും, ഒരു മെഡിക്കേഷൻ കൊടുക്കും. അതിനെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രെയിലറിന് മുമ്പ് ടീസർ വരാറില്ലേ? നമ്മളൊരു സിനിമയുടെ കാര്യം ഏറ്റവും ആദ്യം അറിയുന്നത് എങ്ങനെയാണ്? ടീസർ വഴിയാണ്. അപ്പം ആദ്യം ടീസർ ഇറങ്ങും. ടീസർ ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ കാണും, ഓക്കെ ഈ ഒരു ആക്ടറാണുള്ളത്, ഇതാണ് റൈറ്റർ, ഡയറക്ടർ. അപ്പോൾ നമുക്കൊരു ടീസറിലൂടെ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ട്രെയിലർ ഇറങ്ങുക. ഒരു ട്രെയിലർ 2 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു ട്രെയിലർ ഇറങ്ങും. അപ്പോൾ നമുക്കൊരു സ്റ്റോറി ലൈൻ കിട്ടും. ഓക്കെ ഇതാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ പോയിന്റ് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതും കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങാറ്. അപ്പോൾ ട്രെയിലറിന് മുമ്പ് ടീസർ ഇറങ്ങുന്ന പോലെയാണ് അനസ്തേഷ്യ മുമ്പ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അനസ്തേഷ്യ വളരെ സേഫ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് അൺപ്ലസന്റ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻസൈറ്റി റിലീഫ് ചെയ്യാം, അതേപോലെ സ്മൂത്ത് ഇൻഡക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാം, അംനേഷ്യ ഫോർ പ്രീ ഓപ്പറേറ്റീവ് ഏജൻസ്, അതേപോലെ സെക്രിയേഷൻസ് ഡിക്രീസ് ചെയ്യുക, വാഗൽ സ്റ്റിമുലേഷൻ ഡിക്രീസ് ചെയ്യാം, ആൻറ്റി എമിറ്റിക് എഫക്റ്റ് കാണിക്കുക. ആൻറ്റി എമിറ്റിക് എന്ന് പറഞ്ഞാൽ എമിസിസ് പറയുന്നത്
ഛർദ്ദിക്കുന്ന ഒരു പ്രോസസ്സാണ് എമിസിസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വൊമിറ്റ് ചെയ്യുക, അതിനെയാണ് എമിസിസ് എന്ന് പറയുന്നത്. ആൻറ്റി എമിറ്റിക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി എമിറ്റിക് എഫക്റ്റ്, അതായത് വൊമിറ്റിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആൻറ്റി എമിറ്റിക് എഫക്റ്റ് ഇവിടെ തരുന്നുണ്ട്. അതേപോലെ അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗ്യാസ്ട്രിക് ജ്യൂസുകളുടെ വോളിയം അവിടെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ വരുന്ന ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ്റെ എയിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് സെഡേറ്റീവ്സ്, ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെഡേറ്റീവ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, ബെൻസോഡയസ്പീൻസ്. അപ്പോൾ ബെൻസോഡയസ്പീൻസിൽ വരുന്ന ഡയസിപ്പാം ലൈക്ക് ഡ്രഗ്സ് ആണ് ഇതിൽ മെയിനായിട്ടും വരുന്നത്. ഒരു 5 മുതൽ 10 mg ഓറലി ആണ് കൊടുക്കാറ്. അതും ഈ പറയുന്ന അനസ്തേഷ്യയുടെ ഒരു മണിക്കൂർ മുമ്പായിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അത് നല്ലൊരു പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് മിഡസോളമാണ്. മിഡസോളം എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് അംനേഷ്യക്, അതേപോലെ പൊട്ടൻ്റ് ആണ്, ഒരു ഷോർട്ട് ലാസ്റ്റിംഗ് ആക്ഷൻ കൊടുക്കുന്ന ഡ്രഗ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പ്രോമെത്താസിൻ യൂസ് ചെയ്യാറുണ്ട്. 50 mg IV ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതൊരു ആൻറ്റി ഹിസ്റ്റമിനിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, സെഡേറ്റീവ്, ആൻറ്റി എമിറ്റിക്, ആൻറ്റി കോൾനർജിക് പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് സെഡേറ്റീവ് ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഏതാണ്? ഒപ്പിയോയിഡ്സ് ആണ്. ഒപ്പിയോയിഡ്സിൽ മോർഫിൻ ആണ് ആദ്യം പറയാനുള്ളത്. ഒരു 10 mg നമ്മൾ മോർഫിൻ കൊടുക്കാറുണ്ട് ഈ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനായിട്ട്. അതേപോലെ പെത്തിഡിൻ ഒരു 50 to 100 mg നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് രണ്ടും പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അനാൽജസിയയ്ക്ക് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് ഏതാണ്? ആൻറ്റി കോൾനർജിക്സ് ആണ് വരുന്നത്. അപ്പോൾ ആൻറ്റി കോൾനർജിക്സിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കി നോക്കാം. അതിൽ വരുന്നതാണ് അട്രോപ്പിൻ, ഹയോസിൻ, അതേപോലെ തന്നെ ഗ്ലൈക്കോപൈറുലേറ്റ്. അട്രോപ്പിനും ഹയോസിനും ഒക്കെ ആണെങ്കിൽ ഒരു 0.6 mg ആണ്. ഗ്ലൈക്കോപൈറുലേറ്റ് എന്ന് പറയുമ്പോൾ 0.2 to 0.3 mg ആണ് വരുന്നത്. അപ്പോൾ ഇത് സലൈവറി, അതേപോലെ തന്നെ ബ്രോങ്കിയൽ സെക്രീഷനൊക്കെ കുറയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ആൻറ്റി കോൾനർജിക് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, വാഗൽ ബ്രാഡികാർഡിയം ഹൈപ്പോടെൻഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹയോസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അംനേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആൻറ്റി എമിറ്റിക് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഗ്ലൈക്കോപൈറുലേറ്റ് ആണെങ്കിൽ ഒരു ആൻറ്റി സെക്രിയേറ്ററി ആക്ഷൻ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതും അട്രോപ്പിനെക്കാളും കൂടുതലായിട്ടൊരു ആൻറ്റി സെക്രിയേറ്ററി ആക്ഷൻ കാണിക്കുന്നുണ്ട്. ടാക്കികാർഡിയ എന്ന് പറയുന്നത് ഇവിടെ ലെസ് പ്രൊമിനൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു IV റൂട്ടിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നല്ലൊരു പ്രിഫേർഡ് ആയിട്ടുള്ളൊരു ആൻറ്റി മസ്ക്രാനിക് ഏജൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ഇത് എയർവേ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഗ്യാസ്ട്രിക് റിഫ്ലക്സിനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്ലാസ് ഓഫ് ഡ്രഗ് ആണ് H2 ബ്ലോക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ നമുക്കൊരു പേഷ്യൻ്റ് ഒരു പ്രൊലോങ് ആയൊരു ഓപ്പറേഷൻ അണ്ടർഗോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, വല്ല സിസേറിയൻ സെക്ഷനോ അതേപോലെ ഒബിസ് ആയൊരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ H2 ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാനിറ്റിഡിൻ, അതേപോലെ ഫാമോറ്റിഡിൻ, ഒമിപ്രസോൾ പോലുള്ള ഡ്രഗ്സ് ആണ് കൊടുക്കാറ്. അതായത് ഗിവൻ നൈറ്റ് ബിഫോർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ എന്താ പറയുക, മോർണിംഗിന് മുമ്പായിട്ട് നൈറ്റിലായിട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കാറ്. This may also reduce volume by decreasing the chance for regurgitation. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ ആ ഒരു വോളിയം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ആൻറ്റി എമിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് മെറ്റോക്ലോപ്രമൈഡ് ഒരു 10 to 20 mg IM റൂട്ട് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വൊമിറ്റിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ മെറ്റോക്ലോപ്രമൈഡ് H2 ബ്ലോക്കേഴ്സുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ടും കൊടുക്കാറുണ്ട്. അത് മോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഓൺഡാൻസെട്രോൺ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 5-HT3 ബ്ലോക്കർ ആണ്. ഹൈലി എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് ഇൻ റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് പോസ്റ്റ് അനസ്തെറ്റിക് നോസിയ ആൻഡ് വൊമിറ്റിംഗ്. അതായത് അനസ്തേഷ്യയ്ക്ക് ശേഷം ഒരു നോസിയും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓൺഡാൻസെട്രോൺ കൊടുക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത്. അതൊരു സെലക്റ്റീവ് 5-HT3 ബ്ലോക്കറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അനസ്തേഷ്യ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അനസ്തെറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലോക്കൽ അനസ്തെറ്റിക്സും ജനറൽ അനസ്തെറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ജനറൽ അനസ്തെറ്റിക്സിൽ വരുന്ന പ്രീ അനസ്തെറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ അതിൽ വരുന്ന ക്ലാസ് ഓഫ് ഡ്രഗ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ടോപ്പിക്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.